ഹലോ ഡിയേഴ്സ്, ഗീതാ ഗോവിന്ദത്തിൽ അപർണികയും അച്ചാസും തമ്മിൽ പിരിയുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ അപർണികയും നമ്മുടെ അച്ചാസും നമ്മുടെ ഗീതവും നമ്മുടെ രേഖേച്ചിയും പ്രഗ്നന്റ് ആയ ഒരു വിശേഷം നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിൽ ആഘോഷം നടത്തുന്നുണ്ടല്ലോ, ഒരു പാർട്ടിയൊക്കെ വെച്ച്. ആ പാർട്ടിയിൽ പോകാൻ വേണ്ടി പോകുമായിരിക്കും നമ്മുടെ അച്ചാസും നമ്മുടെ അപർണികയും. അപ്പൊ അപർണിക ഭയങ്കര ഹാപ്പി ആട്ടോ. അപർണിക ഭയങ്കര സാരിയും ആ ഗോൾഡൊക്കെ ഇട്ട് ഭയങ്കര മിന്നിത്തിളങ്ങിയാട്ടോ വരുന്നത്. അപ്പൊ അജാസിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപർണിക ആ ഒരു പഴയ ഒരു ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിന്. അപ്പൊ അപർണിക പറയുന്നുണ്ട്, എന്നെ പഴയ പോലെ ഇങ്ങനെ ഹാപ്പി ആക്കിയത് അജാസാണ്, എന്റെ ജീവിതം മാറ്റിമറിച്ചത് അജാസ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അജാസ് പറയുന്നുണ്ട്, ഇനി അപർണിക വേറൊരു പുരുഷനെ കെട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നതും കൂടി എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അജാസ് ഇങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട്, എന്റെ ഇഷ്ടം ഞാൻ എങ്ങനെ അപർണികയെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ അജാസിന് ശരിക്കും അപർണികയെ ഇഷ്ടമാണ്. അപർണികയുമൊത്തുള്ള ഒരു ജീവിതം നമ്മുടെ അജാസിന്റെ ഒരു സ്വപ്നം കൂടിയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ഭയങ്കര ഒരു തകർച്ച വരുവാട്ട്. നമ്മുടെ അപർണിക നമ്മുടെ ഇങ്ങനെ ഫംഗ്ഷന് റെക്കലോട്ട് പോകും വഴി നമ്മുടെ കിഷോറിന്റെ അമ്മ ഇവര് വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ കിഷോറിന്റെ അമ്മ കാണുമ്പോൾ നമ്മുടെ അപർണിക വേഗം തന്നെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്മയുടെ അടുത്ത്. അമ്മയെ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, നിങ്ങൾ ഇത് എവിടെയാ താമസിക്കുന്നത്, നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കിഷോറിന്റെ അമ്മ നമ്മുടെ അപർണിക അടിമുടി നോക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടി, ഭർത്താവ് മരിച്ചിട്ട് അവന്റെ ചിത പോലും അടങ്ങുന്നതിന് മുമ്പ് ഒടുത്തൊരുങ്ങി നടക്കുന്നത് കണ്ടില്ലേ, നീ എന്തിനാടി അവനെ കെട്ടിയത്, അവനെ നശിപ്പിച്ചത് എന്തിനാടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിഷോറിന്റെ അമ്മ നമ്മുടെ അപർണയ്ക്ക് വട്ടപ്രാക്ക് പ്രാഗി എന്ന് പറയില്ലേ നമ്മൾ, അതേപോലെ പ്രാഗിയിട്ടടി, നീ ഒരിക്കലും നന്നാവില്ലടി, നീ മുടിഞ്ഞു പോകലോടി, ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ നീ ഇങ്ങനെ നടക്കുകയല്ലേ, ഒരു സങ്കടം പോലും നിനക്കില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശപിച്ചിട്ടാട്ടോ നമ്മുടെ ആ ഒരു കിഷോറിന്റെ അമ്മ നമ്മുടെ അപർണയ്ക്കയിൽ നിന്നും പോകുന്നത്. അപ്പൊ അപർണയ്ക്ക് ഇത് കേട്ടപാടെ ആകെ വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലായി. ഓ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ശരിയാണല്ലോ അമ്മ പറഞ്ഞത്, ഭർത്താവ് മരിച്ചിട്ട് ആ ഒരു ചിതടങ്ങണേക്ക് മുമ്പ് ഞാനിപ്പോ ഒരു വിധവയല്ലേ, ആ ഒരു വിധവയ്ക്ക് പറ്റിയ വേഷമാണോ ഞാൻ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ സ്വയം ചിന്തിച്ച് വീണ്ടും നമ്മുടെ അജാസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അജാസ് അപ്പൊ തിരികെ കാറിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ അപർണയ്ക്ക് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും വരില്ല, എന്നെ ഇനി ആരും അന്വേഷിച്ച് വരെയും വേണ്ട, ഞാൻ എന്റെ ലോകത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് നമ്മുടെ അപർണയ്ക്ക് പോകുക കേട്ടോ. ഇനി നമ്മുടെ അപർണയ്ക്ക് പരമ്പരയിൽ നിന്ന് തന്നെ പോകുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ അജാസിന്റെ അടുത്ത് ഗുഡ് ബൈ ടാറ്റ പറഞ്ഞു പോയതാണോ എന്നും അറിയില്ല കേട്ടോ. എന്തായാലും അപർണയ്ക എന്നേക്കുമായി പോകുന്ന പോലെ ആട്ടോ നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ കാണിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.